വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അതിഥ വ്ലോഗ്. നമുക്ക് എല്ലാവർക്കും അറിയാം, എന്തെങ്കിലും ഒന്ന് ക്വിക്കായി പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അസൈൻമെൻറ്റ് ഒക്കെ എഴുതാൻ പോകുന്ന സമയത്ത് നമ്മളൊരു വെബ്സൈറ്റ് തുറക്കുമ്പോൾ അപ്പോൾ ഒരു സൈൻ ഇൻ ടു കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ ആ എടുത്ത ഒരു ഫ്ലോ അങ്ങ് പോകും. അത് ഇത് മാറ്റാനായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു സൈനിനും ഇല്ലാതെ നമുക്ക് കയറാൻ പറ്റുന്ന ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് സ്റ്റഡി വെബ്സൈറ്റ്സ് ആണ് പറയാൻ പോകുന്നത്. നോ പാസ്വേഡ്സ്, നോ ഇമെയിൽ, ജസ്റ്റ് ഓപ്പൺ ആൻഡ് ഡു വാട്ട് എവർ യു ലൈക്ക്. ജസ്റ്റ് സ്ക്രാച്ച് ഔട്ട് ദ നോളജ് ദാറ്റ് യു വാണ്ട്. സോ ലെറ്റ്സ് ഡൈവ് ഇൻ. ആദ്യത്തേത് ക്യാൻ അക്കാഡമി. ഇതൊരു വേൾഡ് ക്ലാസ് ഫ്രീ ട്യൂറ്ററാണ്. മാത്സ് ആൻഡ് സയൻസ് ബേസിക്സ് സെറ്റാക്കാൻ ഇതിനേക്കാൾ നല്ലൊരു സൈറ്റില്ല. അക്കൗണ്ട് എടുക്കാതെ തന്നെ നമുക്ക് ഇതിൻ്റെ വീഡിയോസ് എല്ലാം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും അവൈലബിൾ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ ഇത് സെറ്റ് സാധനമാണ്. കേരളത്തിലെ സ്റ്റുഡൻസിന്, അതായത് സ്റ്റേറ്റ് സിലബസിൽ സ്റ്റുഡൻസിന് SCERT ആയാലും CBSE സ്റ്റുഡൻസിന് NCERT ആയാലും ഒറിജിനൽ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യാൻ നമ്മൾ SCERT അല്ലെങ്കിൽ NCERTയുടെ ഒറിജിനൽ വെബ്സൈറ്റ്സിൽ പോയാൽ മതി. ഒറിജിനൽ വെബ്സൈറ്റ് അല്ല, ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ മതി. ഹെവി ഗൈഡ്സും എക്സ്പെൻസീവ് ബുക്സും ഒക്കെ നോക്കിയിട്ട് കൺഫ്യൂസ് ആകാതെ നമ്മൾ ഒറിജിനൽ സോഴ്സ് വായിക്കുന്നതാണ് എപ്പോഴും മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ബെസ്റ്റ്. അവിടെ നമുക്ക് എല്ലാം ഫ്രീ ആയിട്ട് ഫ്രീ PDFs കിട്ടുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിനായാലും മലയാളം മീഡിയത്തിനായാലും. തേർഡ് വൺ ഈസ് ഗ്രാമർലി. നമുക്ക് എസ്സേസും അതുപോലെ തന്നെ സ്പീച്ചസും ഒക്കെ എഴുതുമ്പോൾ സ്പെല്ലിംഗ് അല്ലെങ്കിൽ ഗ്രാമർ മിസ്റ്റേക്സ് ഒക്കെ വരും എന്നൊരു ഡൗട്ട് കാണും, അല്ലെങ്കിൽ അങ്ങനെ ഒരു പേടി വരും. ആ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ ആ ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു എസ്സേ അല്ലെങ്കിൽ ആ ഒരു പാരഗ്രാഫ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അതായത് നമ്മൾ ആ വെബ്സൈറ്റിൽ കൊണ്ട് പേസ്റ്റ് ചെയ്താൽ മതി. സൈൻ ഇൻ ചെയ്യാതെ തന്നെ നമുക്ക് ബേസിക് കറക്ഷൻസ് ഇത് കാണിച്ചു തരും. ഇംഗ്ലീഷ് റൈറ്റിംഗ് സ്മൂത്ത് ആക്കാൻ ഇത് ബെസ്റ്റ് ഒരു വെബ്സൈറ്റാണ്. ഇനി ഹോംവർക്സ് വല്ല ഡൗട്ട് ഉണ്ടോ? ജസ്റ്റ് നിങ്ങൾ ബ്രെയിൻലി എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് എടുത്താൽ മതി. കുറേ സ്റ്റുഡൻസ് ഈ ഒരു ബ്രെയിൻലി ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ സ്റ്റുഡൻസ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അപ്പോൾ ആ ഒരു ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ആയിട്ട് നമുക്ക് അതിൻ്റെയൊക്കെ സൊല്യൂഷൻസ് നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. മേ ബി നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ, ആ ഒരു ഡൗട്ട് മേ ബി ഓൾറെഡി ഒരാൾ ചെയ്തിട്ടുണ്ട് ഉള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും. പക്ഷേ ഒരു കാര്യം, ആൻസേഴ്സ് ബ്ലൈൻഡ്ലി നമ്മൾ കോപ്പി അടിക്കരുത്. ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് ക്രോസ് ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മളിത് ചെയ്യാൻ പാടുള്ളൂ. മേ ബി ഇൻവാലിഡ് ആയിട്ടുള്ളതും നമുക്ക് തരാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഇസ് പോമോ ഫോക്കസ്, ദ ഫോക്കസ് ബൂസ്റ്റർ. പഠിക്കാതിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഡിസ്ട്രക്ഷൻസ് കൂടുതലാണ്. ലൈക്ക് ഇപ്പം എൻ്റെ എക്സാം എടുത്താൽ ആ ഒരു ടൈമിൽ നമ്മൾ പോമോ ഫോക്കസ് യൂസ് ചെയ്താൽ മതി. ഇതൊരു സിമ്പിൾ സ്റ്റഡി ടൈമറാണ്. 25 minutes സ്റ്റഡി, ദെൻ 5 minutes ബ്രേക്ക്. മൊബൈൽ ഫോൺ ദൂരെ വെച്ച് ഈ ടൈമർ ഓൺ ചെയ്താൽ നമുക്ക് ഫോക്കസ് കൂടും. ആൻഡ് ഇറ്റ്സ് എ ടോട്ടൽ ഗെയിം ചേഞ്ചർ ഫോർ ഇയർ. സ്കൂൾ പ്രൊജക്ട്സിന് നല്ല ഒരു ഇൻഫോ വേണമെങ്കിൽ നോർമൽ ഗൂഗിൾ സെർച്ച് മാറ്റി ഗൂഗിൾ സ്കോളർ എന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ട്രസ്റ്റഡ് ആയ ആർട്ടിക്കിൾസും പേപ്പേഴ്സും ഒക്കെ ഇവിടെ കിട്ടും. കോപ്പി പേസ്റ്റ് ചെയ്യാതെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടന്റ് നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിൽ അപ്ലോഡ് ചെയ്യാൻ ഉൾപ്പെടുത്താൻ ഇത് ഒരു ബെറ്റർ ഓപ്ഷനാണ്, നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ഇവയെല്ലാമാണ് നമ്മുടെ ലിസ്റ്റ്. സിമ്പിൾ, ഫ്രീ ആൻഡ് സൂപ്പർ പവർഫുൾ. ഈ ലിസ്റ്റിൽ നിങ്ങൾക്ക് മുമ്പേ അറിയാവുന്ന വെബ്സൈറ്റ് ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നോ സൈനിങ് ടൂൾസ് വേറെ എന്തെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. കാരണം നമുക്കൊന്ന് കണക്ട് ചെയ്ത് പോകാം. എനിക്കത് മേ ബി യൂസ്ഫുൾ ആവുമല്ലോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. സോ അടുത്ത വീഡിയോ കാണാം. ബൈ.